ഹലോ ഗായ്സ്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് പുറത്തു പോയി തട്ടാന്ന് വെച്ചു. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് കേരള റെസ്റ്റോറൻറ്റ് തപ്പിയാണ് കേട്ടോ. അവസാനം ഞങ്ങളിവിടെ എത്തി ഗായ്സ്. ഈ കാണുന്നതാണ് കേരള റെസ്റ്റോറൻറ്റ്, പേര് മല്ലു സ്റ്റോഴ്സ്. ഇത് പൂനെ ടൗണിൽ റൂബി ഹാളിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഡോളി പാട്ടിൽ ഹാൾ റോഡിൻ്റെ അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഞങ്ങളവിടെ ആദ്യമായിട്ട് കേട്ടോ പോകുന്നത്. അവിടെ എത്തിയപ്പം തന്നെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ 40 നമ്പറായിരുന്നു. അവിടെ എത്തിയപ്പോൾ സച്ചുവിൻ്റെ ടൈം പോകാൻ വേണ്ടി അവൻ അവിടുത്തെ ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവൻ്റെ കണ്ണ് മൊത്തം അവിടുത്തെ ചോക്ലേറ്റിലായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ അവർ ഒരു ചായക്കടയും കൂടെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും 40 നമ്പറാണ് ടോക്കൺ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വെച്ചു. ഈ കാണുന്ന അങ്കിൾ നല്ല തമാശക്കാരനായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലുള്ളൊരു വൈബൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവിടെ എത്തിയപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അതേ പൊരിക്കടകൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. കാരണം നാട്ടിൽ പോയപ്പം അത്യാവശ്യം പൊരിക്കടകളൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പൊരിക്കടയൊക്കെ ഇവിടെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടോക്കൺ നമ്പറൊക്കെ വിളിച്ചു, ഫുഡ് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. അച്ഛന് ബിരിയാണിയോട് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് അച്ഛൻ ചോറാണ് പറഞ്ഞത്, വിത്ത് നോൺ വെജ് വാങ്ങിച്ചു. ഞാൻ അതിൻ്റെ ആവശ്യത്തിലാണോ എന്നറിയില്ല, ഞാനും പ്യൂർ വെജ് ചോറ് വാങ്ങിച്ചു. സന്ദീപേട്ടൻ ബിരിയാണി, കുട്ടികൾ നൂൽപ്പെട്ട് വാങ്ങി. അച്ഛൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അച്ഛന് അതിൻ്റെ അകത്ത് മീൻ കറി ഉണ്ടായിരുന്നു, വലിയ മീൻ പൊരിച്ചത് കൊണ്ടുവന്നു. അച്ഛനാൾ ഓക്കെ ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അച്ഛൻ ഹാപ്പിയായി, കാരണം അച്ഛൻ അതായിരുന്നു ഇഷ്ടം. സന്ദീപേട്ടൻ അതുപോലെ തന്നെ ബിരിയാണി ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടാ ബിരിയാണി വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഇത്തവണ നാട്ടിൽ പോയപ്പോൾ അത്യാവശ്യം നോൺ വെജ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോൺ വെജിനോട് വലിയ താല്പര്യം തോന്നാതിരുന്നത്. പക്ഷേ എൻ്റെ വെജ് ഫുഡ് എനിക്ക് ചോറ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം എനിക്ക് അത്ര സെറ്റായി തോന്നിയില്ല. എൻ്റെ കണ്ണ് മൊത്തം സന്ദീപേട്ടൻ്റെ ബിരിയാണിയിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ചോറ് ഞാൻ കഴിച്ചു, ബാക്കി സന്ദീപേട്ടൻ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സന്ദീപേട്ടൻ്റെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്തു. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട, പൊളിയായിരുന്നു ഗൈസ്. ഒരു രക്ഷയിലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ ടാറ്റ പൈപ്പ കൊടുത്ത് അവിടെ നിറഞ്ഞു കേട്ടോ.